നാടിനെ നടുക്കിയ ആറ്റിങ്ങൽ കൊലക്കേസിൽ പ്രതികളായ അനുശാന്തിയും നിനോ മാത്യുവും കുറ്റക്കാരാണെന്ന് കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നോ നാളെയോ ഉണ്ടാകാൻ സാധ്യത. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തൊക്കെയാണ് പ്രതികൾക്കെതിരായ കുറ്റത്തെ സംബന്ധിച്ചുള്ള കോടതിയുടെ പരാമർശങ്ങൾ, ഒപ്പം മറ്റു മുഹൂർത്തങ്ങളും ഇന്ന് കോടതിയിലുണ്ടായ? അജിംഷാദ്, 2014 ഏപ്രിൽ 16 നാടിനെ ഞെട്ടിച്ച ഈ കൊലപാതകം നടന്നത് ആറ്റിങ്ങലിലായിരുന്നു സംഭവം. കാമുകനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും സ്വന്തം കുഞ്ഞിനെയും ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിനകത്ത് വന്ന കേസ്. അതിൽ ഭർത്താവ് ലിജീഷ് ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം. അതിനുശേഷമാണ് സംഭവത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞത്. ഈ കാമുക ബന്ധം തെളിയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആസൂത്രിതമായി നടന്ന കൊലപാതക ഗൂഢാലോചനയുടെ ഓരോ വിശദാംശങ്ങളും പുറത്തു വരികയും ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളായി നിനോ മാത്യു 1-ാം പ്രതി, അനുശാന്തി 2-ാം പ്രതി, ഇവരെയാണ് ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി 3 മണിക്ക് ഇതിന്മേലുള്ള വാദത്തിന് വേണ്ടി കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ പ്രതികൾ, അതായത് നിനോ മാത്യുവും അനുശാന്തിയും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഉള്ള കൊലപാതകം, വധശ്രമം, തെളിവ് നശിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന, മോഷണം എന്നീ കുറ്റങ്ങൾ ചെയ്തു എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതാണ്. ഇവരെല്ലാം ഈ കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇന്ന് ജഡ്ജി, ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ഷെർസി ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഈ 2 പ്രതികളെയും വായിച്ച് കേൾപ്പിച്ചത്. ഇവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ലിജേഷ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ലിജേഷിൻ്റെ ഭാര്യയായ അനുശാന്തിയുടെ ഭർത്താവായ ലിജേഷ് അനുശാന്തിയുടെ ഒപ്പം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന നിനോ മാത്യുവുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിരുന്നു. ഈ ബന്ധം, വഴിവിട്ട ബന്ധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അറിഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കുഞ്ഞിനെയും വകവരുത്തിയ ശേഷം 2 പേർക്കും ഒരുമിച്ച് ജീവിക്കാനായി പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിനോ മാത്യുവും അനുശാന്തിയും എത്തിച്ചേരുകയും ഇവർ ഒരുമിച്ച് ജീവിച്ച് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്ത് കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. അതിൽ ഏറ്റവും ഗൂഢാലോചന ഏറ്റവും പുറത്തു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തത് ലിജേഷിൻ്റെ ഭാര്യ അനുശാന്തി തന്നെയാണ്. സ്വന്തം ഭർത്താവിനെയും അമ്മായിയമ്മയും മകളെയും കൊല്ലുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് വീടിൻ്റെ സ്കെച്ച്, വീടിൻ്റെ ചിത്രം, വീടിൽ എത്ര വാതിലുകളുണ്ട് അത് അടച്ചിട്ട രീതിയിലും തുറന്നിട്ട രീതിയിലുമുള്ള വീഡിയോ സഹിതം എടുത്ത് കാമുകനായ നിനോ മാത്യുവിന് കൈമാറുകയും ഇരുവരും ടെക്നോ പാർക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ കൊലപാതകം പ്ലാൻ ചെയ്യുകയും സംഭവം നടക്കുന്ന ദിവസം, അതായത് 2014 ഏപ്രിൽ 16 തന്നെ ലിജേഷിനെ ഈ കൊലപാതകത്തിന് വേണ്ടി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം. അതായത് നിനോ മാത്യു വീട്ടിൽ വരുന്നു, അനുശാന്തിയുടെ അമ്മായിയമ്മയെ കൊല്ലുന്നു, അനുശാന്തിയുടെ മകളെ 4 വയസ്സുള്ള പിഞ്ചുമകളെ ക്രൂരമായി കൊല്ലുന്നു. അതിനുശേഷം ഈ ഓമനയുടെ, അതായത് ലിജേഷിൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് അനുശാന്തി തന്നെയാണ് ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും അതിന് ശേഷം മുളക് പൊടി എറിഞ്ഞ് വെട്ടി കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഗുരുതരമായി ഏറ്റ അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം, വെട്ടുകൊണ്ട് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു. ഈ ലിജീഷിൻ്റെ മൊഴിയെ തുടർന്നാണ് നിനോ മാത്യുവിനെ മണിക്കൂറുകൾക്കകം തന്നെ ആറ്റിങ്ങൽ DYSP പ്രതാപൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് വീണ്ടും ചോദ്യം ചെയ്യലും തുടരന്വേഷണവും തെളിവെടുപ്പും ഒക്കെ നടത്തിയപ്പോഴാണ് വളരെ നാളായിട്ടുള്ള ഇവരെ ബന്ധവും ഇവർ നടത്തിയ ഗൂഢാലോചനയും കൊലപാതകവും ഒക്കെ തെളിഞ്ഞതും പ്രോസിക്യൂഷന് കൂടുതൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത്. 41 തൊണ്ടിമുതലുകൾ, അതുപോലെ 49 സാക്ഷികൾ ഈ കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. ഇതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ നിരത്തിയ എല്ലാ കാര്യങ്ങളും ശരിവെക്കുന്നതാണ് എന്ന് ജഡ്ജി ആ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കേസിൻ്റെ വാദം, അതായത് ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളെല്ലാം ഇവർ ചെയ്തു എന്ന് ഉള്ള ഒരു കോടതിയുടെ പ്രസ്താവത്തിന് അതിന് എതിർവാദമോ അല്ലെങ്കിൽ വാദമോ പ്രതിഭാഗവും പ്രോസിക്യൂഷൻ നടത്താനുള്ള സമയമാണ് ഉച്ചയ്ക്ക് ശേഷം. അതിനുശേഷം ചിലപ്പോൾ ഇന്ന് തന്നെ വിധിയുണ്ടാകും, ഇല്ലെങ്കിൽ നാളത്തേക്കോ അടുത്ത ദിവസത്തേക്കോ വിധി. കുറ്റക്കാരാണ് എന്ന് വിധിക്കുന്ന വിധി കേൾക്കാൻ അനുശാന്തിയും നിനോ മാത്യുവും കോടതിയിൽ നിന്ന് എത്തിയിരുന്നു. അനുശാന്തിയും നിനോ മാത്യുവും രാവിലെ തന്നെ എത്തിയിരുന്നു. അനുശാന്തി നേരത്തെ എത്തിയിരുന്നു. കാരണം അനുശാന്തി നേരത്തെ റിമാൻഡ് ചെയ്ത് ജയിലിലായിരുന്നു. പക്ഷേ
ഹൈക്കോടതിയെ സമീപിച്ച് ശാരീരിക ബുദ്ധിമുട്ടും അസുഖവും ഉണ്ടെന്ന് കാട്ടി ജാമ്യത്തിൽ ഇറങ്ങിയായിരുന്നു. പക്ഷേ നിനോ മാത്യു ജയിലിൽ തന്നെയായിരുന്നു, സെൻട്രൽ ജയിലിൽ തന്നെയായിരുന്നു. സെൻട്രൽ ജയിലിൽ നിന്നാണ് നിനോ മാത്യുവിനെ കൊണ്ടുവന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരെയാണ് ജില്ലാ സെഷൻസ് ജഡ്ജി വി ഷെർസി ഈ കാര്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ച് നിങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നു, ഈ പറഞ്ഞ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ഈ വകുപ്പുകൾ പ്രകാരം ആണ് നിങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിച്ചു കേട്ട ശേഷം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാകാം, കോടതി ഈ കേസ് വീണ്ടും 3 മണിക്ക് പരിഗണിക്കുമെന്ന് പറഞ്ഞാണ് കേസ് ഇപ്പോൾ 3 മണിക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ശരി സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. നാടിനെ നടുക്കിയ ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ അനുശാന്തിയും കാമുകൻ നിനോ മാത്യുവും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ ശിക്ഷാവിധിയും ഉണ്ടാകും. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സുനിൽ അരുമാനൂർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പരവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പോലീസിനെ രക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമത്തിനെതിരെ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന തന്റെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി DGPയുടെ പരിഗണനയ്ക്ക് അയച്ചതുകൂടി പ്രതിഷേധം വിളിച്ചു വരുത്തുന്നു. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, ഈ വാർത്തയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ സമീപിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ സ്ഥിരീകരണം കൂടി ഉണ്ടായ ഘട്ടത്തിലാണ്. ഇതിൽ തെറ്റൊന്നുമില്ല, അസ്വാഭാവികമായ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള സ്ഥിരീകരണം വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ദിനകർ. അജിംഷാദ്, തീർച്ചയായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഇതിൽ തെറ്റില്ല. DGPയുടെ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ DGPയുടെ റിപ്പോർട്ട് തേടിയതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ വിവിധ റിപ്പോർട്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. 3 ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് അവിടെ വെടിക്കെട്ട് മത്സര കമ്പം നടന്നു. ഇത് തടയുന്നതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന ശുപാർശയാണ് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ ആഭ്യന്തര മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണർ പ്രകാശ്, അതോടൊപ്പം തന്നെ ACP സന്തോഷ്, പരവൂർ CI എന്നിവർക്കെതിരെ നടപടി വേണമെന്ന ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാതെ പകരം DGPയുടെ റിപ്പോർട്ട് വീണ്ടും DGPയോട് ആഭ്യന്തര മന്ത്രി റിപ്പോർട്ട് തേടുകയാണ് ചെയ്തത്. ഇതിൽ തൻ്റെ അതൃപ്തി ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സ്വാഭാവികമായും പോലീസിനെ സംരക്ഷിക്കുന്നതിൻ്റെ നീക്കമായിട്ട് വേണം ഇതിനെ ആഭ്യന്തരമന്ത്രിയുടെ നിലപാടിനെ നമുക്ക് വായിച്ചെടുക്കാൻ. ഇത്തരത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉണ്ടായിട്ടും അതിനെ മറികടന്നുകൊണ്ട് DGPയുടെ റിപ്പോർട്ട് തേടിയതിന് പിന്നിൽ പോലീസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. പോലീസ് കുറ്റക്കാരാണ് എന്ന് വന്നാൽ സ്വാഭാവികമായും അതിൻ്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിൻ്റെ തലയിൽ കൂടി വന്നു ചേരും. അത് സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ, കാരണം ഇത്രയേറെ പേർ മരിച്ച ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിയുടെ ചുമലിലും വന്നു പതിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിന് നിൽക്കക്കള്ളില്ലാതാവും. ഈ സാഹചര്യത്തിൽ പോലീസിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി തേടിയിരിക്കുന്നത്. ഇതിലുള്ള അസംതൃപ്തിയാണ് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമവകുപ്പ് സെക്രട്ടറിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ, കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണം എന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. അജിംഷാദ്. തീർച്ചയായും ദിനകർ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നളിനി നെറ്റോയുടെ റിപ്പോർട്ടിന്മേൽ DGPയുടെ അഭിപ്രായം തേടിയതിൽ തെറ്റില്ല എന്ന ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ കൂടി പുറത്തെത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകാം. ഇപ്പോൾ ഷീജ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷീജ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിമർശിച്ച അല്ലെങ്കിൽ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ ആ നടപടിയെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി എന്താണ് പ്രതികരിച്ചത്? അജിംഷാദ്, ഇത് സംബന്ധിച്ച് DGPയോട് റിപ്പോർട്ട് തേടിയതിൽ യാതൊരുവിധ അപാകതയും ഇല്ല എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം മാത്രമാണ്. അതോടൊപ്പം തന്നെ എന്നോട് ആഭ്യന്തര സെക്രട്ടറി പരിഭവം അറിയിച്ചു എന്ന രീതിയിലും ചില വാർത്തകൾ വരുന്നുണ്ട്. അത് ശരിയല്ല. തന്നോട് ആഭ്യന്തര സെക്രട്ടറി ഒരു വിധത്തിലുള്ള പരിഭവവും ഇതുവരെയും അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. മറ്റൊന്ന്, ഈ 3 തരത്തിലുള്ള അന്വേഷണങ്ങളാണ് പരവൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങളിൽ ഏതെങ്കിലും അന്വേഷണത്തിൽ പോലീസിന്റെയോ ഫയർഫോഴ്സിന്റെയോ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്.
മറ്റൊന്ന് DGPയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. DGP ദേശീയ മാധ്യമത്തിന് നൽകി എന്ന് പറയുന്ന ഒരു പ്രസ്താവനയെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. ഏത് VVIP വന്നാലും സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. ഇത് സംബന്ധിച്ചുള്ള സുരക്ഷാ കാരണങ്ങൾ മാത്രമാണ് DGP പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി അതുകൊണ്ട് ആർക്കും തന്നെ ഇവിടെ ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അജിംഷാദ്. ശരി ഷീജ, ഈ ഘട്ടത്തിൽ കൂടിയാണ് ഒരിക്കൽ കൂടി ദിനകറിലേക്ക്. ദിനകർ, ഇത്തരത്തിലൊരു വാർത്തയ്ക്ക് രണ്ട് മാനങ്ങളാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിൽ. സ്ഥിരീകരണമുണ്ട് എന്നത്, അപ്പോൾ പുറത്തെത്തുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ വലിയ ഗൗരവമായ വിഷയങ്ങളുണ്ട്. അതായത് ACPക്കും കമ്മീഷണർക്കും ACPക്കും CIക്കുമെതിരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ചയ്ക്കെതിരെ നടപടിക്കാണ് ശുപാർശ ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ പോലീസിനെ രക്ഷിക്കാനുള്ള ശ്രമം ഇവിടെ ഉന്നതതലത്തിൽ നടക്കുന്നുവെന്ന് അപ്പോഴാണ് മുൻ കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ പീതാംബരക്കുറുപ്പിൻ്റേതടക്കം ഉയരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുന്നത്. അത്തരത്തിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ ദിനകർ? അജിംഷാദ്, 100-ലധികം പേർ മരിച്ച വലിയ ഒരു ദുരന്തമാണ് പരവൂരിൽ ഉണ്ടായത്. സ്വാഭാവികമായും ചെറിയ സംഭവങ്ങളിൽ പോലും ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ പലപ്പോഴും സ്വീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പ്രാഥമിക ഘട്ടത്തിൽ സ്വീകരിക്കാറുണ്ട്. ഇവിടെ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ ഈ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വകുപ്പിന്, ആഭ്യന്തര മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ വീണ്ടും DGPയുടെ റിപ്പോർട്ട് കൂടി തേടാൻ ആഭ്യന്തര മന്ത്രി തയ്യാറാകുന്നു. അതിനെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇത്രയധികം ആളുകൾ മരിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന് വന്നാൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടും. കാരണം ജില്ലാ കളക്ടർ ഈ വെടിക്കെട്ട് നടത്തരുത് എന്ന് ചൂണ്ടിക്കാട്ടി 8/4, അതായത് അതിൻ്റെ തലേ ദിവസം, അപകടം നടന്നതിൻ്റെ തലേ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് പോലീസ് മേധാവി, സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ ACPയും സർക്കിളും ഉൾപ്പെടെയുള്ളവർ ഉച്ചയ്ക്ക് 12ഓടുകൂടി യോഗം ചേർന്നുകൊണ്ട് ഇത് ADMന്റെ ഉത്തരവ് ഉണ്ടാകും, വെടിക്കെട്ട് നടത്തുന്നതിന് അദ്ദേഹം അനുമതി നൽകും എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുകയും തുടർന്ന് വെടിക്കെട്ട് നടത്തുന്നതിന് മൗനാനുവാദം നൽകുകയും ചെയ്തു എന്നതാണ് പുറത്തുവരുന്ന വിവരം. കാരണം സംഭവ സ്ഥലത്ത് വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അപ്പോഴും തടയാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ADMന്റെ ഉത്തരവ് കിട്ടാതെ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചു? ആദ്യം DGP സെൻകുമാർ നൽകിയ റിപ്പോർട്ടിൽ ജില്ലാ കളക്ടറെ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ വീഴ്ചയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. വെടിക്കെട്ട് നടത്താൻ പാടില്ല, അത് ഉത്തരവ് നൽകിയിരുന്നില്ല, നടത്താൻ അനുമതി നൽകിയിരുന്നില്ല, നടത്തരുത് എന്ന് ചൂണ്ടിക്കാട്ടി ഉത്തരവ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ നൽകുകയും ചെയ്തു. എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലാണ് ഇത്തരത്തിൽ ഒരു വെടിക്കെട്ട് അപകടത്തിന് ഇടയാക്കിയത്. സ്വാഭാവികമായും ആഭ്യന്തര സെക്രട്ടറി അത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകുമ്പോൾ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകുമ്പോൾ അതിന്മേൽ വീണ്ടും DGPയുടെ റിപ്പോർട്ട് തേടുന്നത് വളരെ അസ്വാഭാവികതയാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായി വിലയിരുത്തപ്പെടും. സ്വാഭാവികമായും അത് ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലം കൂടി ഉള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതൊക്കെയും പരിഗണിക്കുമ്പോൾ പോലീസിനെ രക്ഷിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിൻ്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അജിംഷാദ്, തീർച്ചയായും വ്യക്തമാണ്. സമഗ്രമായ വിവരങ്ങളാണ് KG ദിനകർ ഇതേ സംബന്ധിച്ച് നൽകിയത്. പരവൂർ വെടിക്കെട്ട് അപകടമുണ്ടായ ദിവസം പ്രധാനമന്ത്രി വരുന്നതിനെ എതിർത്തിരുന്നു എന്ന് DGP TP സെൻകുമാർ. രക്ഷാപ്രവർത്തനത്തിനിടെ സുരക്ഷ ഒരുക്കാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനത്തെ എതിർത്തതെന്നും സെൻകുമാർ പറഞ്ഞു. യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും DGP ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. വെടിക്കെട്ട് അപകടമുണ്ടായി 12 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നതിനാലാണ് അടുത്ത ദിവസത്തേക്ക് യാത്ര മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG ബന്ധപ്പെട്ടപ്പോൾ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് അറിയിച്ചു. എന്നാൽ പ്രധാനമന്ത്രി വരുമെന്നുറപ്പായതോടെ മറ്റു പോംവഴികൾ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കും ആവശ്യമായ സുരക്ഷ ഒരുക്കിയെന്നും DGP സെൻകുമാർ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് DGP സെൻകുമാർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി അന്നേ ദിവസം തന്നെ സന്ദർശനം നടത്തിയത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി എന്ന് നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. ആദ്യമായാണ് സംസ്ഥാനത്തെ പോലീസ് തലവൻ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യം തുറന്നു പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
പരവൂർ വെടിക്കെട്ട് അപകടത്തിന് ശേഷം തിരുവനന്തപുരം നാവായിക്കുളം പട്ടികജാതി കോളനിയിലെ അനിലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കിട്ടിയത് 2 ദിവസത്തിന് ശേഷം. അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വെടിക്കെട്ട് അപകടത്തിന് ശേഷം തൻ്റെ മകനെ പലരും കണ്ടു എന്ന വാർത്തയാണ് പൊന്നമ്മയ്ക്ക് സമാധാനം നൽകിയത്. എന്നാൽ മകൻ വീട്ടിലെത്താൻ വൈകിയതോടെ മകനെ തിരക്കി ആശുപത്രികളിലെത്തി. ഒടുവിൽ തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മകൻ്റെ മൃതദേഹം മോർച്ചറിയിൽ കണ്ടത്. ഇതിനിടയിൽ 2 കൂട്ടർ ഈ മൃതദേഹവുമായി വീട്ടിൽ പോകുകയും പിന്നീട് മരണപ്പെട്ടു എന്ന് കരുതിയ വ്യക്തികൾ വീട്ടിലെത്തിയപ്പോൾ മൃതദേഹം മാറിപ്പോയതറിഞ്ഞ് തിരിച്ചു നൽകുകയുമായിരുന്നു. ഇങ്ങനെയുണ്ടായ കാലതാമസമാണ് അനിലിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് നൽകാൻ വൈകിയതെന്നാണ് അധികാരികൾ പറയുന്നത്. 3 അവകാശികളോളം വന്നപ്പോൾ ആദ്യ ദിവസം വേറെ കൊണ്ട് അവിടെ ചെന്നപ്പോഴേ അവർക്ക് മനസ്സിലായി അവരുടെ ബോഡി അല്ലെന്ന് അവർ തിരിച്ച് അപ്പോഴേ കൊണ്ടുവന്ന് ആ ടൈം അതിനകത്തുണ്ട്. ഇന്നലെ മുതൽ അവർ രാവിലെ മുതൽ നെട്ടോട്ട് ഓടെയാണ്. അവരെന്ന് വെച്ചാൽ പാവങ്ങളാണ്. അവർക്ക് എന്തുമാത്രം പണച്ചെലവുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എന്ത് സംഭവിച്ചു എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ കഴിയാണ്. പറക്കമുറ്റാത്ത 2 കുട്ടികളടങ്ങുന്ന കുടുംബമാണ് വെടിക്കെട്ട് അപകടത്തോടെ തകർന്നത്. കൂലിപ്പണിക്കാരനായ അനിലിൻ്റെ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. ഇതിനായി പഞ്ചായത്തിൻ്റെയും മറ്റും സഹായത്തോടെ വീടിൻ്റെ പണി പാതി കഴിഞ്ഞിരുന്നു. തങ്ങളുടെ ഏക ആശ്രയം നഷ്ടപ്പെട്ടതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഈ കുടുംബത്തിൻ്റെ മുന്നിലുള്ളത്. ക്യാമറാമാൻ സജുവിനൊപ്പം ഷജഹാൻ. തൃശൂർ പൂരം നടത്താൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ. കോടതി വിധിക്ക് അനുസൃതമായി ഭംഗിയായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അടുത്ത വർഷം മുതൽ ശബ്ദം കുറച്ച് വർണ്ണം കൂട്ടിയുള്ള വെടിക്കെട്ട് നടത്തുന്നതിനെ പറ്റി ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് ദേവസ്വങ്ങളും വ്യക്തമാക്കി. പൂരത്തിന് ഇളവുകൾ ലഭ്യമാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങളോടെ പൂരം നടത്താൻ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. തൃശ്ശൂർ പൂരം ഏറ്റവും ഭംഗിയായി കോടതി വിധികൾക്കും നിയമങ്ങൾക്കും സുരക്ഷാ നിയന്ത്രണങ്ങൾക്കും വിധേയമായി നടത്താനായിട്ട് തീരുമാനമെടുത്തു. അതിനോട് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. ആനയെഴുന്നള്ളിപ്പിലും നിയമങ്ങൾ പാലിക്കാൻ ദേവസ്വം ഭാരവാഹികൾ ധാരണയിലെത്തി. അടുത്ത വർഷം മുതൽ ശബ്ദ തീവ്രത കുറച്ച് വെടിക്കെട്ട് നവീന രീതിയിലാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭ്യർത്ഥിച്ചു. ഒരു വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും നിർദ്ദേശിക്കുന്ന ചില നിയമങ്ങൾ പരിപാലിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ സഹകരണം കൂടി ആവശ്യമാണ്. കേരളത്തിലൊട്ടാകെ ഇപ്പോൾ ലോകത്തെമ്പാടും നടക്കുന്ന വെടിക്കെട്ടുകളുണ്ട്. ലേസർ ഫെയർവർക്സ് ആണ്, വർണ്ണപ്പൊലിമയോടുകൂടി നടത്തുന്നതാണ്. ആ തരത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് ഇക്കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. കോടതിയും സർക്കാരും നിർദ്ദേശിച്ച നിയമങ്ങൾ കർശനമായി പാലിക്കുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉറപ്പു നൽകി. ഈ 2 ദേവസ്വങ്ങളും തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ ഇവിടുത്തെ റവന്യൂ അധികാരികളോടും പോലീസ് അധികാരികളോടുമൊക്കെ വളരെയധികം സഹകരിച്ച് ഒരു പാരസ്പര്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വരാറുള്ളത്. ആ പ്രവർത്തനം ഞങ്ങൾ ഇനിയും തുടരും. പറവൂർ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ദിവസങ്ങളും 5 ലക്ഷം രൂപ കൈമാറി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കി പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്തിയാണ് ഉദ്യോഗസ്ഥർ പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അബ്രാഹ്മണരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തിൽ നിന്നും ഒഴിവാക്കുന്നു. നടപടിക്കെതിരെ ശിവഗിരി മഠം രംഗത്ത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ശിവഗിരി മഠം പരാതി നൽകും. ജാതി വിവേചനം അംഗീകരിക്കാനാകില്ലെന്നും സ്വാമി ഋതംബരാനന്ദ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലേക്കുള്ള ശാന്തി നിയമനത്തിനായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലാണ് ശിവഗിരി മഠത്തിന്റെ സർട്ടിഫിക്കറ്റുകളെ അവഗണിച്ചത്. അപേക്ഷകർക്കുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ ബോർഡ് അംഗീകരിച്ച സ്ഥാപനങ്ങളുടെയോ തന്ത്രിമാരുടെയോ ലിസ്റ്റിൽ ശിവഗിരി മഠത്തിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെ ശിവഗിരി മഠത്തിന്റെ സർട്ടിഫിക്കറ്റുള്ളവർക്ക് ദേവസ്വം ബോർഡ് ശാന്തി നിയമനം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ യോഗ്യതയുണ്ടായിട്ടും ജാതിയുടെ പേരിൽ അബ്രാഹ്മണരെ ഒഴിവാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ പറഞ്ഞു. ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ പൊതുവിലുള്ള സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ അബ്രാഹ്മണരായ ആളുകൾ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരോ പട്ടികജാതി വർഗ്ഗങ്ങളിൽപ്പെട്ടവരാരും അതിൽ കാര്യമായിട്ട് ഒന്നും വരുന്നില്ല. അബ്രാഹ്മണരായ ആളുകളെ പലരെയും ഒഴിവാക്കുന്ന എല്ലാവരെയും കൂട്ടത്തോടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. യോഗ്യതയുള്ള ഒരുപാട് തന്ത്രിമാരുണ്ട്. ക്ഷേത്രങ്ങളെ ഒരു വിഭാഗത്തിന്റെ കുത്തകയാക്കാനുള്ള സങ്കുചിത നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനെ ഒരു വിഭാഗക്കാർക്ക് മാത്രം ചൂഷണം ചെയ്യാനും
അവർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രമായി അവരുടെ ഒരു കുത്തകയാക്കി വയ്ക്കാനും നിൽക്കുന്നത് ഒരിക്കലും സാമൂഹ്യ നീതിക്ക് നിരക്കുന്നതല്ല. ഇത് 21-ാം നൂറ്റാണ്ടാണ്, പരിഷ്കൃത സമൂഹമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അംഗീകാരമുള്ളവരുടെ പുതിയ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും അതുവരെ നിയമന നടപടികൾ നിർത്തിവെക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നും ഋതംബരാനന്ദ വ്യക്തമാക്കി. അതേസമയം സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അംഗീകാരത്തിനായി ശിവഗിരി മഠം അപേക്ഷ സമർപ്പിച്ചിരുന്നില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ചികിത്സയും പരിശോധനയും മരുന്നും പൂർണ്ണമായും സൗജന്യമായി നൽകി ദില്ലിയിലെ ഖലികളിൽ ഹിറ്റാവുകയാണ് ആം ആദ്മി സർക്കാരിൻ്റെ മൊഹല്ല ക്ലിനിക്. ചെറിയ അസുഖങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആശുപത്രിയിലെത്തേണ്ട സാഹചര്യം ഇതോടെ ഗ്രാമീണർക്ക് ഒഴിവായി. ആധുനിക സംവിധാനങ്ങളിലെ സൗജന്യ ചികിത്സ വന്നതോടെ ദിവസവും ക്ലിനിക്കിന് മുന്നിൽ നീണ്ട ക്യൂ ആണ്. ചെറുതും വൃത്തിയും സൗകര്യങ്ങളോടും കൂടിയുള്ള ക്ലിനിക്ക്, അതും ലാബ് ടെസ്റ്റുകളടക്കം ചികിത്സയും പരിശോധനയും മരുന്നും പൂർണ്ണമായി സൗജന്യമായി നൽകി. ഇതാണ് ആം ആദ്മി സർക്കാരിന്റെ പുതിയ ആരോഗ്യ പദ്ധതിയായ മൊഹല്ല ക്ലിനിക്ക്. വാഹന സൗകര്യങ്ങൾ പോലും പരിമിതമുള്ള 21 സ്ഥലങ്ങളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മൊഹല്ല ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നത്. ഇതോടെ ചെറിയ അസുഖങ്ങൾക്ക് പോലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആശുപത്രിയിലെത്തേണ്ട സാഹചര്യം ഗ്രാമീണർക്കൊഴിവായി. സർക്കാർ ആശുപത്രികളിലെ തിരക്കും സ്വകാര്യ ആശുപത്രികളിലെ ചൂഷണവും കുറയ്ക്കാൻ പുതിയ പദ്ധതി വഴിവെക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ദിവസവും ശരാശരി 70ഓളം രോഗികൾ എത്താറുണ്ടെന്ന് ഡോക്ടർ രഞ്ജന പറഞ്ഞു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പരിശോധനാ സമയം. എങ്കിലും തിരക്ക് കൂടുമ്പോൾ പരിശോധനാ സമയവും നീട്ടാറുണ്ടെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. ആശാ വർക്കർമാരാണ് സഹായത്തിനായി ഉള്ളത്. മികച്ച സേവനമാണ് ലഭിക്കുന്നതെന്നും ടെസ്റ്റിനായി ഒരു പൈസ പോലും ചെലവാക്കേണ്ടതില്ലെന്നും രോഗികൾ പ്രതികരിച്ചു. മുൻ വർഷത്തേക്കാൾ 10% അധിക തുകയാണ് ദില്ലി സർക്കാർ ബജറ്റിൽ വകയിരുത്തിയത്. ഇത്തരത്തിൽ 1000 മൊഹല്ല ക്ലിനിക്കുകൾ കൂടി തുടങ്ങാനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യമേഖലയിൽ ആം ആദ്മി സർക്കാർ തുടങ്ങിവച്ച ഈ പുതിയ സംരംഭം കേരളത്തിലടക്കം സർക്കാർ ആശുപത്രികളിലെ തിരക്കിനും സ്വകാര്യ ആശുപത്രികളിലെ ചൂഷണത്തിനും തടയിടുന്നതിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദില്ലിയിലെ മൊഹല്ല ക്ലിനിക്കിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. വിദേശയാത്രയുടെയും ചികിത്സയുടെയും പേരിൽ സംസ്ഥാന മന്ത്രിമാർ പൊടിച്ചത് 7 കോടിയോളം രൂപ. വിദേശയാത്രയിൽ MK മുനീറും സ്വദേശയാത്രയിൽ K ബാബുവുമാണ് ഏറ്റവും കൂടുതൽ യാത്രാബത്ത കൈപ്പറ്റിയിരിക്കുന്നത്. ഈ സർക്കാർ അധികാരമേറ്റത് മുതൽ കഴിഞ്ഞ ജനുവരി വരെയുള്ള കാലയളവിൽ മന്ത്രിമാർ നടത്തിയ വിദേശയാത്രയുടെയും ചികിത്സാ ചെലവിന്റെയും കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. വിദേശയാത്രയിൽ യാത്രാബത്ത ഇനത്തിൽ 5,62,73,122 രൂപയും, വിമാന ടിക്കറ്റ് ചാർജ് വകയിൽ 42,13,817 താമസത്തിനായി 3,37,164 രൂപയുമടക്കം ആകെ 6,08,24,103 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തുമുള്ള ചികിത്സയുടെ പേരിൽ 87,75,433 രൂപയും ചെലവഴിച്ചു. വിദേശയാത്രയിൽ കൂടുതൽ തുക ചെലവഴിച്ചത് മന്ത്രി MK മുനീറാണ്. 43,75,852 രൂപ. തൊട്ടുപിറകിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടൂർ പ്രകാശുമാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് പലരും സഞ്ചരിച്ച രാജ്യങ്ങൾ നൽകാത്തതിനൊപ്പം എന്ത് രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്നും വ്യക്തമാക്കിയിട്ടില്ല. ചികിത്സയ്ക്കായി കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളതും MK മുനീറാണ് എന്ന് പൊതുപ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. കൂടാതെ ഇന്ത്യക്കകത്ത് സഞ്ചരിച്ചതിന്റെ പേരിൽ കൈപ്പറ്റിയ യാത്രാബത്ത 4,62,32,639 രൂപയുമാണ്. ഇക്കൂട്ടത്തിൽ 1,82,46,114 രൂപ കൈപ്പറ്റിയ K ബാബുവാണ് ഒന്നാം സ്ഥാനത്ത്. ശമ്പളമായി 5,05,44,147 രൂപ മന്ത്രിമാർ കൈപ്പറ്റിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോയ യുവതികളുടെ പുറത്തെത്തിയ പുതിയ ദൃശ്യങ്ങൾ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. പ്രസിഡന്റ് ബുഹാരിയുടെ ചൈന സന്ദർശന വേളയിൽ പുറത്തെത്തിയ വീഡിയോ ദൃശ്യങ്ങൾ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കുള്ള ഉദാഹരണം കൂടിയായി ഭരണാനുകൂലികൾ തന്നെ ആരോപിക്കുന്നു. 2014 ഏപ്രിൽ 14 276 പെൺകുട്ടികളെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ദേശീയ മാധ്യമങ്ങളടക്കം നൈജീരിയൻ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. നൈജീരിയയിൽ ചിബോക്കിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ പുതിയ ദൃശ്യങ്ങൾ നൈജീരിയൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. പെൺകുട്ടികളെ ബൊക്ക ഹെറം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി 2 വർഷം കഴിഞ്ഞിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്തതിൽ നേരത്തെ തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. പുറത്തുവന്ന 15 പെൺകുട്ടികളുടെ ദൃശ്യങ്ങളിൽ പകുതിയിലധികം പേരെയും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
2014 ഏപ്രിൽ 14 പരീക്ഷ എഴുതാനെത്തിയ 276 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്. ഇവരിൽ 57 പേർ 2 വർഷത്തിനിടയിൽ രക്ഷപ്പെട്ടു. ഇതിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ യുവതി ദൃശ്യങ്ങളിൽ നിന്ന് തന്റെ സുഹൃത്തുക്കളെ തിരിച്ചറിഞ്ഞു. 3 സ്ത്രീകൾ തങ്ങളുടെ മക്കളെയും വീഡിയോയിൽ കണ്ടെത്തി. പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായും തങ്ങളുടെ പോരാളികൾക്ക് ലൈംഗിക ആവശ്യങ്ങൾക്കായി നൽകുകയാണെന്നും തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാവ് അബൂബക്കർ ഷെയ്ഖ് അറിയിച്ചു. തട്ടിക്കൊണ്ടുപോയവരിൽ അധികവും ക്രിസ്ത്യൻ യുവതികളാണ്. 2015 ക്രിസ്മസ് ദിനത്തിൽ ചിത്രീകരിച്ച വീഡിയോയാണ് ഇപ്പോൾ സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. നൈജീരിയയിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളും ഇപ്പോൾ ബൊക്കഹറം തീവ്രവാദികളുടെ കൈകളിലാണ്. ഇതും നൈജീരിയൻ സർക്കാരിന് വൻ തിരിച്ചടിയാവുകയാണ്. പ്രസിഡന്റ് മുഹമ്മദു ബുഹാരിക്കെതിരെയും വിമർശനം ശക്തമായിട്ടുണ്ട്. പുതിയ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന തീരുമാനത്തിലാണ് ബുഹാരി അനുകൂലികളും. ഇന്റർനാഷണൽ ഡെസ്ക്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായ വിഷു ഗൾഫ് നാടുകളിൽ ആഘോഷിച്ചു. ഫ്ളാറ്റുകളിലും വില്ലകളിലും കണിയൊരുക്കിയും സദ്യയൊരുക്കിയും പ്രവാസി മലയാളികൾ വിഷുവിനെ കെങ്കേമമാക്കി. പ്രവാസി മലയാളികൾക്ക് വിഷു എന്നാൽ ഗൃഹദുരിതമുണർത്തുന്ന ഒരു ആഘോഷമാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു ഏറെ ആഘോഷത്തോടെയാണ് പ്രവാസി മലയാളികൾ കൊണ്ടാടിയത്. ലോകത്തെവിടെയായാലും സ്വന്തം നാടിന്റെ സംസ്കാരത്തെയും മഹിമയെയും മുറുകെ പിടിക്കുന്നവരാണ് മലയാളികൾ. മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണവും വിഷുവും മറ്റ് ആഘോഷങ്ങളുമുണ്ട്. പരിമിതികൾക്കിടയിലും പ്രവാസ ലോകത്ത് വിഷു ആഘോഷങ്ങൾ സജീവമായിരുന്നു. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. പുതിയ തലമുറക്ക് വിഷുക്കണി പരിചയപ്പെടുത്തി, കുട്ടികളെ കണി കാണിച്ചു, കൈനീട്ടം നൽകി. അങ്ങനെ മലയാളി തന്റെ സംസ്കാരത്തെ കൂടെ നിർത്തുകയാണ്. ഗൾഫിലെ ഹോട്ടലുകളിൽ മലയാളികൾ ഒത്തുകൂടി വിഷു സദ്യ ഉണ്ടു. വിഷുക്കണി പോലെ തന്നെ സമൃദ്ധമായ വിഷു സദ്യയും. പഴയ തലമുറക്കൊപ്പം പുതിയ തലമുറയും ഐശ്വര്യത്തിന്റെ ഈ നിറക്കാഴ്ചകളിൽ പങ്കുകൊണ്ടു. ടി ജമാലുദ്ദീൻ, ദുബായ്. ദില്ലിയിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായുള്ള 2ാം ഘട്ട വാഹന നിയന്ത്രണത്തിന് മികച്ച പ്രതികരണം. രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്ന ഒറ്റ ഇരട്ട അക്ക വാഹന നിയന്ത്രണം ദില്ലിയിലെ നിരത്തുകളിൽ തിരക്ക് വളരെയധികം കുറച്ചു. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യതലസ്ഥാനത്തെത്തിയ വാഹനയാത്രക്കാർ കുടുങ്ങി. നിയന്ത്രണം ലംഘിക്കുന്നവർക്ക് 2000 രൂപയാണ് പിഴ. മികച്ച പ്രതികരണം ലഭിച്ചു തുടങ്ങിയതോടെ എല്ലാ മാസവും 15 ദിവസം നിയന്ത്രണം നടപ്പാക്കാനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചു. ഈ മാസം 30 വരെയാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായുള്ള 2ാം ഘട്ട ഒറ്റ ഇരട്ടയക്ക വാഹന നിയന്ത്രണം. ജനുവരിയിൽ നടപ്പാക്കിയ ആദ്യഘട്ടം പരീക്ഷണമായിരുന്നെങ്കിൽ 2ാം ഘട്ടം വളരെ പ്രധാനപ്പെട്ടതായാണ് സർക്കാർ കാണുന്നത്. ഇത്തവണ അവധി ദിവസങ്ങളിലും നിയന്ത്രണം ബാധകമാണ്. CNG വാഹനങ്ങൾ, സ്ത്രീകൾ യാത്രക്കാരായ വാഹനങ്ങൾ, VIP വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമെ സ്കൂൾ യൂണിഫോമിലുള്ള വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. ദില്ലിയിലെ നിരത്തുകളിൽ തിരക്കും വളരെയധികം കുറഞ്ഞു. ദില്ലിയിലെ ഏറ്റവും തിരക്കേറിയ ITO ജംഗ്ഷനാണിത്. വാഹനപ്പെരുപ്പം കൊണ്ട് നിയന്ത്രണാതീതമായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വാഹനത്തിരക്ക് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഒറ്റയിരട്ട വാഹന നിയന്ത്രണത്തിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. ഒറ്റയിരട്ട വാഹന നിയന്ത്രണത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 5000 കണക്കിന് വോളണ്ടിയർമാരാണ് ഇതുപോലെ വിവിധ സിഗ്നലുകളിൽ നിൽക്കുന്നത്. മികച്ച പ്രതികരണമാണ് യാത്രക്കാരുടെ ഭാഗത്തും. It's fantabulous. The crowd is completely come down. The traffic is come down. It is very, very good. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും അത്യാവശ്യത്തിന് ദില്ലിയിലെത്തിയവർ കുടുങ്ങി. ഒറ്റയക്ക വാഹന നിയന്ത്രണം ഉണ്ടായിരുന്ന ഇന്ന് ഇരട്ടയക്ക വാഹനവുമായി എത്തിയ ഗുജറാത്തുകാരനെ ട്രാഫിക് പോലീസ് കൈയോടെ പിടികൂടി. 2000 രൂപ പിഴ. എങ്കിലും രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്ന ഒറ്റയിരട്ട വാഹന നിയന്ത്രണം മികച്ചത് തന്നെയെന്ന് ജനങ്ങൾ പറയുന്നു. ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ് ഫോർ ദ ദില്ലിറ്റീസ് പീപ്പിൾ. ലെറ്റ്സ് കണ്ടിന്യൂ ഇറ്റ്. പൊതുഗതാഗത സംവിധാനത്തിലെ അപര്യാപ്തതയാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
കടുത്ത ജലദൗർലഭ്യത്തെ തുടർന്ന് കുടിവെള്ളം പാഴാക്കുന്നത് തടയാനുള്ള കർശന നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ. രാവിലെ 5:30-നും 8:30-നും മധ്യേ കാർ കഴുകുന്നവരിൽ നിന്ന് 2000 രൂപ ഈടാക്കാനാണ് തീരുമാനം. കടുത്ത ജലദൗർലഭ്യത്തെ തുടർന്ന് വലയുകയാണ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതായതോടെയാണ് കർശന നടപടികളുമായി കോർപ്പറേഷനുകൾ രംഗത്തെത്തിയത്. രാവിലെ 5:30-നും 8:30-നും മധ്യേ കാർ കഴുകുന്നവരിൽ നിന്ന് 2000 രൂപ ഈടാക്കാനാണ് ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ തീരുമാനം. ജല ഉപയോഗം കൂടുതലുള്ള സമയത്ത് ചെടികൾ നനയ്ക്കുന്നവർക്കും പിഴ നൽകേണ്ടി വരും. 8:30-ന് ശേഷം കാർ കഴുകുന്നവർ പൈപ്പ് ഉപയോഗിക്കരുതെന്നും കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബക്കറ്റിൽ വെള്ളമെടുത്ത് കാർ കഴുകണമെന്നാണ് നിർദ്ദേശം. രാവിലെ 5:30-നും 8:30-നും മധ്യേ കാർ കഴുകാനോ ചെടികൾ നനയ്ക്കാനോ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ചണ്ഡീഗഡ് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ BK ധവാൻ പറഞ്ഞു. ജലം പാഴാക്കുന്നത് കണ്ടെത്താനും തടയാനും 10 സംഘങ്ങളെയാണ് കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. 3 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഓരോ സംഘവും. ജൂൺ 30 വരെ സംഘം പ്രവർത്തിക്കും. ഈ സംഘങ്ങൾക്കായിരിക്കും പിഴ ഈടാക്കാനുള്ള ചുമതല. പിഴ നൽകിയാൽ കാർ കഴുകാമെന്ന് കരുതണ്ട. അധികൃതരുടെ നിർദ്ദേശം ലംഘിക്കുന്നത് ആവർത്തിക്കുന്നവരുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കാനാണ് തീരുമാനം. മറ്റു കോർപ്പറേഷനുകളും കുടിവെള്ളം പാഴാക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്. തലസ്ഥാനത്ത് യാചകർക്ക് വിഷു കൈനീട്ടമായി പുതിയ വീട്. തിരുവനന്തപുരം നഗരസഭയാണ് കല്ലടി മുഖത്ത് ഇവർക്കായി സാക്ഷാത്കാരം എന്ന വാസകേന്ദ്രം നിർമ്മിച്ചത്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം 36 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. എല്ലാവരും ഉണ്ടായിട്ടും വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്കായവർ, ഉറ്റവരും ഉടയവരുമായി ആരുമില്ലാത്തവർ, എപ്പോഴോ വഴിയോരങ്ങളിൽ യാചകരായി എത്തിയവർ, ഇവർക്കാണ് വിഷുദിനത്തിൽ കൈനീട്ടമായി ഒരു പുതിയ വാസസ്ഥലം ലഭിച്ചത്. തിരുവനന്തപുരം കല്ലടിമുഖത്തെ സാക്ഷാത്കാരത്തിലേക്ക് മാറിയപ്പോൾ ഇവർക്ക് പുതുജീവവായുവാണ് ലഭിച്ചത്. കിഴക്കേക്കോട്ട കൊത്തളത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നാണ് ഇവർ കല്ലടിമുഖത്തെ പുതിയ വാസസ്ഥലത്തേക്ക് മാറിയത്. സ്ത്രീകളും പുരുഷന്മാരുമടക്കം 36 അന്തേവാസികളാണ് ഇവിടുള്ളത്. ഇവരിൽ 15 പേർ മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്നവരാണ്. BSUP പദ്ധതി പ്രകാരമാണ് നഗരസഭ സാക്ഷാത്കാരം നിർമ്മിച്ചത്. പദ്ധതി പ്രദേശത്ത് ജൈവ കൃഷിയും ഇവർക്കായി ആരംഭിക്കുമെന്ന് മേയർ VK പ്രശാന്ത് പറഞ്ഞു. അതുമാത്രമല്ല, അവർക്ക് ഇപ്പോൾ ജൈവ പച്ചക്കറി കൃഷി പോലുള്ള സംവിധാനം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ഇവിടെയുള്ള അന്തേവാസികൾക്ക് അതിൽ താല്പര്യവും കായിക ശേഷിയും ഉള്ളവർക്ക് ആ ജൈവ പച്ചക്കറി കൃഷിയിലും പങ്കെടുത്തുകൊണ്ട് അവർക്ക് മാനസികോല്ലാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഈ വയോമിത്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും രോഗികളായിട്ടുള്ള അന്തേവാസികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും മരുന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിനുള്ള സൗകര്യവും നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. സ്ഥലം MLA V ശിവൻകുട്ടിയും സാക്ഷാത്കാരത്തിൽ അതിഥിയായി എത്തിയിരുന്നു. സാക്ഷാത്കാരത്തിന്റെ നിത്യനിദാന ചെലവുകൾക്കും അന്തേവാസികളുടെ ചെലവിനും നഗരസഭ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് സഹായവും സുമനസ്സുകൾക്ക് നൽകാം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 21 വർഷമായി കിടപ്പിലായ തിരുവനന്തപുരം സ്വദേശി ബിജു സുമനസ്സുകളുടെ സഹായം തേടുന്നു. മരത്തിൽ നിന്ന് വീണ ബിജുവിന്റെ അരയ്ക്കു താഴെ തളർന്ന അവസ്ഥയിലാണ്. രോഗിയായ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഉള്ളതാണ് ഈ കുടുംബത്തിന്റെ ദുരിതം. അരയ്ക്ക് താഴേക്ക് തളർന്ന ബിജു 21 വർഷമായി ജീവിതത്തിന്റെ പ്രതീക്ഷകൾ തളർന്ന അവസ്ഥയിലാണ്. 19 വയസ്സുള്ളപ്പോഴാണ് ബിജു പുളിമരത്തിൽ നിന്നും വീണത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളവർ മരിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടക്കി. തുടർന്ന് കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയാണ് ബിജുവിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. തുടർന്ന് തൊടയലിൽ 2 ഓപ്പറേഷനുകൾ ചെയ്തു. എന്നാൽ എഴുന്നേറ്റിരിക്കാൻ പോലും കഴിഞ്ഞില്ല. ദുരിത ജീവിതം 15 വർഷം പിന്നിട്ടപ്പോൾ തെല്ലൊരാശ്വാസമായി ബീന ബിജുവിന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. ഭർത്താവ് മരിച്ച ബീന 3.5 വയസ്സുള്ള മകനുമായാണ് ബിജുവിനെ പരിചരിക്കാനായി എത്തിയത്. എന്നാൽ അവിടെയും വിധി തിരിച്ചടിയായി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോയി ബിജുവിനെ പരിചരിക്കാൻ പോലുമാകാത്ത അവസ്ഥയാണ് ബീനയുടേത്. അടുത്തുള്ള പള്ളിയിലെയും പ്രദേശവാസികളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നതെന്ന് ബിജു പറയുന്നു. അപ്പോൾ ഈയിടയ്ക്ക് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് നട്ടലൊരു അവിടെ പൊട്ടി അവിടെയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ എൻ്റെ ഈ പ്ലാസ്റ്റിക് സർജറി ഭാഗത്തൊരു സർജറി ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ നാട്ടുകാരുടെയും പള്ളിയിലുള്ള ആൾക്കാരൊക്കെ തന്നാണ് ജീവിച്ചു പോകുന്നത്. മാസം തോറും 4000 രൂപയാണ് മരുന്നിന് മാത്രം ചെലവ്. ഇനിയൊരു ഓപ്പറേഷൻ കൂടി ചെയ്താൽ വീൽചെയറിലെങ്കിലും എഴുന്നേറ്റിരിക്കാൻ കഴിയും ബിജുവിന്. എന്നാൽ ഓപ്പറേഷന് 1.5 ലക്ഷം രൂപയാണ് ചെലവ്. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ബിജു. സഹായമെത്തിക്കാൻ താൽപര്യമുള്ളവർ 9846932521 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഡോക്ടറായിരുന്ന മകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെയാണ് മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി ഗീത സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറി സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ജൈവ കൃഷിയിൽ 100 മേനി വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗീത. ഏതാണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ പച്ചക്കറിയും ഈ കുഞ്ഞു തോട്ടത്തിലുണ്ട്. പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിയ കാലം മറന്നുവെന്ന് ഗീത പറയുന്നു. പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിക്കാറില്ലേ. പിന്നെ പഴവർഗ്ഗങ്ങളുണ്ട്. പഴമുണ്ട്, പിന്നെ നമ്മളെ നേന്ത്രപ്പഴമുണ്ട്, പിന്നെ ഞാലിപ്പൂവുണ്ട്, പൂവൻ പഴമുണ്ട്, അത്തരത്തിലുള്ള പിന്നെ പപ്പായ ഉണ്ട്. അത്യാവശ്യം പഴങ്ങളെല്ലാം നമുക്ക് മാങ്ങ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. മാങ്ങയൊക്കെ അത്യാവശ്യം എല്ലാതും ഉണ്ട്. ആരോഗ്യം തന്നെ പ്രധാനം. ഡോക്ടറായിരുന്ന മകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെയാണ് ഗീത വീട്ടിൽ കൃഷി തുടങ്ങിയത്. തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡോക്ടറായ വലിയ മോള് പിന്നെ പിരിഞ്ഞു പോയതിന് ശേഷം തന്നെയാണ് ഇത്രയും കാര്യമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയത്. പിന്നെ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. അതൊരു പാഠവും പ്രചോദനവുമായിരുന്നു. ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിഷമയമായ പച്ചക്കറി ഉപേക്ഷിക്കാനായതിൽ ഗീതയ്ക്ക് സംതൃപ്തിയുണ്ട്. വെണ്ടയും പാവലും പടവലങ്ങയുമെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനു വേണ്ട പഴവർഗ്ഗങ്ങളും തൊടിയിൽ നിന്ന് കിട്ടും. വീട്ടിലെ ഒഴിവു നേരങ്ങൾ പച്ചക്കറിത്തോട്ടത്തിൽ സജീവമാക്കും. പൂർണ്ണമായും ജൈവ കൃഷി. ആർക്കും പറ്റുന്ന കുഞ്ഞു മാതൃകയാണ് ഗീതയുടെ പച്ചക്കറിത്തോട്ടം. ആരോഗ്യവും രുചിയുള്ള ഭക്ഷണവും ചെറുതായൊന്ന് മനസ്സുവെച്ചാൽ മാത്രം മതിയെന്ന പാഠം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മണിയൂർ ചെരങ്ങന്നൂർ ചിറയിലെ നെൽകൃഷി നാടിന് തന്നെ പച്ചപ്പിൻ്റെ നിറം പകരുന്നു. 18 വർഷത്തോളം തരിശായി കിടന്ന 50 ഏക്കർ ഭൂമിയിലാണ് ഇവിടുത്തുകാർ പൊന്നു വിളയിച്ചത്. കതിർമൂത്ത പാടങ്ങളിൽ ആഹ്ലാദത്തിന്റെ കൊയ്ത്തുത്സവത്തിന് കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം. നെൽപ്പാടങ്ങളും വയലുകളും അന്യമാകുന്ന ഈ കാലത്ത് മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കർഷകരാണ് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി ഹരിതഗ്രാമം സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ മണിയൂർ ചെരണ്ടത്തൂർ ചിറയിൽ നെൽകൃഷി ആരംഭിച്ചത്. വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന 17 അംഗങ്ങൾ അടങ്ങിയ സംഘങ്ങളാണ് 50 ഏക്കർ കൃഷിയിടത്തിൽ വിത്തിറക്കിയത്. 18 വർഷക്കാലം തരിശായി കിടന്ന പാടത്തെയാണ് ഇവർ പച്ചപ്പിന്റെ കുപ്പായം അണിയിച്ചത്. ജ്യോതി, ഉമ എന്നീ വിത്തുകൾ ഇറക്കിയാണ് ഇവരുടെ കൃഷി. 50 ഏക്കറിലേറെ പരന്നുകിടക്കുന്ന വിശാലമായ നെൽപ്പാടം നാടിന് തന്നെ അഭിമാനമായി മാറുകയാണ്. സപ്ലൈകോ മുഖേന അരി വിതരണം ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.